ഹായ് ഡിയേഴ്സ്, ഡെത്ത് ലെവല് എന്ന് പറയുന്ന നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോമാണ്. ജെയിംസ് ഷേർലിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ക്വിക്ക് സമ്മറിയിലേക്ക് വരാം. പോയിന്റ് വൈസ് ആയിട്ടാണ്, ഓർത്ത് വെക്കാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, ഡെത്ത് ലെവല്. ഡെത്ത് ലെവല് ഇസ് എ ഫ്യൂണറൽ സോങ് റിട്ടൺ ബൈ ജെയിംസ് ഷേർലി. ഓക്കെ, ഇത് ഫ്യൂണറൽ സോങ് ആണ്. ഓക്കെ, മരണാനന്തരം ഒരു മരണത്തെക്കുറിച്ചുള്ള ഇതിനാണ് നമ്മൾ ഫ്യൂണറൽ എന്ന് പറയാം. ശരിക്കും ശവസംസ്കാര ചടങ്ങിനാണ് നമ്മൾ ഫ്യൂണറൽ സെറിമണി എന്ന് പറയാ. ഇവിടെ മരണത്തെക്കുറിച്ചാണ് ഈ പോം പറയുന്നത്. ഡെത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡെത്ത് ലെവലർ എന്നാണ് പോയത്തിന്റെ പേര്. ജെയിംസ് ഷേർലി എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത്. പേര് മറന്നുപോയത് ജെയിംസ് ഷേർലി. ഓക്കെ, ഡെത്ത് ദ ലെവലർ, മരണം ലെവലാക്കുന്നവരാണ്, എല്ലാവരെയും സമന്മാരാക്കുന്നവരാണ് ആര്? മരണം എന്ന് പറയുന്നത്. പണക്കാരനെയും പാവപ്പെട്ടവനും രാജാവും പ്രജയും എല്ലാം ഒരേപോലെ ആയി മാറും മരണത്തിന് മുമ്പിൽ. ഇതാണ് പോയം. ഓക്കെ, the central idea of the poem is that death is great leveler of or equalizer. ഈ പോയത്തിന്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? മരണം എന്ന് പറയുന്നത് ഒരു ഈക്വലൈസർ ആണ്, ഒരു ഗ്രേറ്റ് ലെവലർ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെൽത്ത്, പവർ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആർ ടെമ്പററി. നമ്മുടെ പണവും അതുപോലെ തന്നെ ഫെയിമും അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ എന്താണ്? അതെല്ലാം നൈമിഷികമാണ്, ടെമ്പററി ആണ്, താൽക്കാലികമായിട്ടുള്ളതാണ്. വി കനോട്ട് എസ്കേപ്പ് ഫ്രം ദ കോൾഡ് ഗ്രാസ്പ് ഓഫ് ഡെത്ത്. മരണത്തിന്റെ തണുത്ത ആ കൈപ്പിടിയിൽ നിന്നും നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. നത്തിങ് ക്യാൻ പ്രൊട്ടക്ട് അസ് ഫ്രം ദ ഫൈനൽ ഡെസ്റ്റിനി. നമ്മളെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല ഫൈനൽ ഡെസ്റ്റിനിയിൽ നിന്നും. ഫൈനൽ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തെ വിധിയിൽ നിന്നും. മരണമാണ് അവസാനത്തെ വിധി. ആ മരണത്തിൽ നിന്നും നമുക്ക് ആർക്കും രക്ഷയില്ല. ദ കിങ് ആൻഡ് ദ ഫാമർ ബിക്കം ഈക്വൽ ഇൻ ഡെത്ത്. മരണത്തിന് മുമ്പിൽ ആരൊക്കെ? രാജാവായിക്കോട്ടെ, ഫാമർ ആയിക്കോട്ടെ, എല്ലാവരും സമന്മാരാണ്. ദ വിക്ടറീസ് ദാറ്റ് വി അച്ചീവ് ഇൻ ദ വാർ ആർ ഷോർട്ട് ലിവ്ഡ്. നമ്മൾ നേടുന്ന നേട്ടങ്ങൾ, വാറിൽ നമ്മൾ നേടുന്ന നേട്ടങ്ങൾ അതൊക്കെ ഷോർട്ട് ലിവ്ഡ് ആണ്, കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നതാണ്. ബിക്കോസ് ദ വിക്ടേഴ്സ് ബിക്കം വിക്ടിംസ് ഓഫ് ഫേറ്റ്. കാരണം എന്താണെന്നറിയോ? ചില ആളുകൾ വിജയിക്കുന്നു, ഒരു യുദ്ധമൊക്കെ ചെയ്തിട്ട് വിജയിക്കുന്നു. ആ വിജയിക്കുന്ന സമയത്ത് അവർ വിക്ടർ ആയിട്ട് മാറും, വിജയി ആയിട്ട് മാറും, അല്ലെ? അതിനൊരു ഇര ഉണ്ടാവില്ലേ? പരാജയപ്പെടുന്ന ഒരാളുണ്ടാവില്ലേ? അയാൾ വിക്ടിമാണ്. മനസ്സിലായില്ലേ? അയാൾ അതിന്റെ ഇരയാണ്, വിക്ടിമാണ്. അപ്പൊ വിക്ടിം ബ്ലീഡ് ചെയ്യുന്നു, അയാളെ കൊല്ലുന്ന സമയത്ത് അയാൾ ബ്ലീഡ് ചെയ്യുന്നു. വിക്ടർ വിജയിച്ച് രാജാവായിട്ട് അയാൾ അവിടെ വാഴുന്നു. പക്ഷെ ഈ വിക്ടറും എന്ത് ചെയ്യും? പിന്നീട് വിക്ടിമായിട്ട് മാറും. എങ്ങനെ? ഫെയ്റ്റിന്റെ, വിധിയുടെ. മറ്റൊരു രാജാവ് കൊല്ലുന്നതാവാം, അല്ലെങ്കിൽ ഇയാൾക്ക് അസുഖം വന്നിട്ട് മരിക്കുന്നതാവാം. അപ്പൊ മരണത്തിന് മുമ്പിൽ വിക്ടറും വിക്ടിമും ബ്ലീഡ് ചെയ്യും ഒരേപോലെ തന്നെ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ലെസ് ടു ബോസ്റ്റ് അവർ മൈറ്റി ഡീഡ്സ്. നമ്മുടെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചിട്ട്, നമ്മൾ ചെയ്ത വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചിട്ട് വീരവാദം മുഴക്കുന്നതൊക്കെ എന്താണ്? യൂസ്ലെസ് ആണ്, മണ്ടത്തരമാണ്. ഓക്കെ, ഞാൻ അന്നത് ചെയ്തു, ഞാൻ ഇന്നത് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താണ്? അതാണ് ബോസ്റ്റ് എന്ന് പറഞ്ഞാല്. പൊങ്കച്ചം പറയാ, അതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ ഈ മൈറ്റി ഡീഡ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡീഡ്സ്. ഡീഡ്സ് എന്ന് പറഞ്ഞ പ്രവൃത്തി, നമ്മുടെ വലിയ വലിയ പ്രവൃത്തികളെ കുറിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ബോസ്റ്റിംഗ് നടത്തുന്നത് യൂസ്ലെസ് ആണ്. എവ്രി ഹെഡ് മസ്റ്റ് കം ടു ദ കോൾഡ് ടോം. കാരണം എന്താണെന്നറിയോ? എല്ലാ തലയും എന്ത് ചെയ്യേണ്ടി വരും? കോൾഡ് ടോംബിലേക്ക്. ടോംബ് എന്ന് പറഞ്ഞാൽ ഈ ശവക്കല്ലറയാണ്. ശവക്കല്ലറയിലേക്ക് എല്ലാവരും എടുത്തു വെക്കുന്നതാണ് ഒരു ദിവസം. ലൈഫ് ഇസ് ലൈക്ക് എ ബബിൾ. മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ബബിൾ. അതൊരു കുമിള പോലെയാണ്, ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, വി ഡോണ്ട് നോ വെൻ ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. നമുക്കറിയില്ല അത് എന്നാണ് പൊട്ടിപ്പോകുന്നതെന്ന്. ഓൺലി അവർ ഗുഡ് ഡീഡ്സ് വിൽ റിമെയിൻ ആഫ്റ്റർ അവർ ഡെത്ത്. നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ നന്മകൾ മാത്രമേ, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമേ റിമെയിൻ ചെയ്യുള്ളൂ, ബാക്കിയാവുകയുള്ളൂ. ഓക്കെ, ലെറ്റ് us സ്റ്റോപ്പ് വയലൻസ്. അങ്ങനെ ആയതുകൊണ്ട് ലെറ്റ് us സ്റ്റോപ്പ് വയലൻസ്. നമുക്ക് എന്ത് അവസാനിപ്പിക്കാം? വയലൻസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി വയലൻസ് വേണ്ട. ആൻഡ് ബ്ലഡ് ഷെഡ്, അല്ലെ, രക്തച്ചൊരിച്ചിലുകൾ നമുക്ക് അവസാനിപ്പിക്കാം. ഓൺ ദിസ് എർത്ത്, ഈ ഭൂമിയിൽ വയലൻസും ബ്ലഡ് ഷെഡും നമുക്ക് ഒഴിവാക്കാം. ലെറ്റ് പീപ്പിൾ റിമെമ്പർ us ഫോർ അവർ ഗുഡ് ആക്ഷൻസ്. ആളുകൾ നമ്മുടെ നന്മയെക്കുറിച്ച്, നമ്മൾ ചെയ്ത നന്മകളെ കുറിച്ച് ഓർത്ത് നമ്മളെ ഓർക്കട്ടെ. നാളുകൾ നമ്മളെ ഓർക്കുന്നത് നമ്മൾ ചെയ്ത നന്മയിലൂടെ ആവട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞു. സിമ്പിൾ പോയമാണ്. പോയത്തിന്റെ തീം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡെത്ത് ദ ലെവലറാണ്. റെഡിയല്ലേ? ഇനി നമുക്ക് അതിലെ പോയറ്റിക് ഡിവൈസസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. കുറച്ചുണ്ട്. ഒന്ന്, ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ് എന്ന് പറയുന്നത് മരണം അതിന്റെ തണുത്ത കൈകൾ വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പേഴ്സോണിഫിക്കേഷൻ ആണ്, അല്ലെ? മരണത്തിന് കഴിയുണ്ടോ? ഇല്ല. മനുഷ്യന്റെ ക്വാളിറ്റി ജീവനില്ലാത്ത ആ ഡെത്തിന്റെ ക്വാളിറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ്, വിത്ത് ദ പുവർ ക്രൂക്ക്ഡ് സൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറയുന്നത് വിത്ത് ദ പുവർ, പാവപ്പെട്ട, ക്രൂക്ക്ഡ്
സൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറയുന്നത് അരിവാളും അതുപോലെ തന്നെ കൈക്കോട്ടും എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പാവപ്പെട്ട അരിവാള് അല്ലെങ്കിൽ പാവപ്പെട്ട കൈക്കോട്ട് എന്ന് പറയുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ ആണ് അല്ലെ. അടുത്ത് സെപ്റ്റർ ആൻഡ് ക്രൗൺ, സൈത്ത് ആൻഡ് സ്പേഡ് അത് മെറ്റണമി ആണ്. അതുപോലെ തന്നെ എന്തുവാണ്, സിമ്പിൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ചില ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മെറ്റണമി എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ചിഹ്നങ്ങളായിട്ടാണ് യൂസ് ചെയ്തത്. അധികാരത്തിന്റെ ചിഹ്നമായിട്ട് സെപ്ചോ എന്ന് പറഞ്ഞാൽ ഈ ചെങ്കോല്, കിരീടം. ഓക്കെ, പാവപ്പെട്ടവരെ കാണിക്കാനാണ് ഈ സൈത്തും സ്പേഡും ഒക്കെ കാണിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇനി അടുത്തത്, സം മെൻ വിത്ത് സോർഡ്സ് മേ റീപ് ദ ഫീൽഡ്. ചില ആളുകൾ വയലുകൾ കൊഴിയും. എന്തുകൊണ്ട്? ഈ പറയുന്ന വാളുകൾ കൊണ്ട്. മെൻ വിത്ത് സോർഡ്സ് വിൽ റീപ് ദ ഫീൽഡ് എന്ന് പറയുന്നത് അവിടെ മെറ്റഫർ ആണ്. ഫീൽഡ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് മെറ്റഫർ ആണ്, ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഒന്നിനെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ചില ആളുകൾ മറ്റുള്ളവരെ കൊന്നുകളയും എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ രാജ്യങ്ങൾ കീഴടക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ശരിക്കും ഏതർത്ഥത്തിലാണ്? ഈ ബാറ്റിൽ ഫീൽഡാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഫീൽഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഉപമിച്ചതുകൊണ്ട് നമുക്ക് മെറ്റഫർ ആണെന്ന് പറയാം. അപ്പോൾ ഡെറ്റ്സ് പർപ്പിൾ ആൾത്താർ എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. സി വാട്ട് ദ വിക്ടിം ബ്ലീഡ്സ് എന്ന് പറയുന്നത് അലിട്രേഷൻ ആണ്. അതുപോലെ തന്നെ ഓക്സിമറോൺ ആണ്. വിക്ടിം എന്ന് പറയുന്നത് ഓക്സിമറോൺ ആണ്. ദ വിക്ടിം ഒരൊറ്റ ഓക്സിമറോൺ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്സിമറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ട് വൈരുദ്ധ്യങ്ങളെ ചേർത്ത് വെക്കുക. ടെറിബിൾ ബ്യൂട്ടി, ഭയങ്കര സൗന്ദര്യം. ഭയം ജനിപ്പിക്കുന്നത് അല്ലെ സൗന്ദര്യം, ഓപ്പോസിറ്റ്സ് ആണ്. രണ്ടും ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരാറുണ്ട് അതിന്റെ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര സൗന്ദര്യമാണ്, ഇതാണ് ഓക്സിമറോൺ. ഇതുപോലെ വിക്ടറും വിക്ടിമും രണ്ടും ഓപ്പോസിറ്റ് ആണ്. വിക്ടർ വിജയിച്ച ആള്, വിക്ടിം അത് പരാജയപ്പെട്ട ആള് ഒരുമിച്ച് കൊണ്ടിരിക്കുന്നു. വിക്ടിം ബ്ലീഡ്സ്. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? പറഞ്ഞ പോലെ ഓക്സിമറോൺ എക്സാമ്പിൾ ആണ്. വി വരുന്നതുകൊണ്ട് അലിട്രേഷനുമാണ്. സ്മെൽ സ്വീറ്റ് അലിട്രേഷൻ ആണ് അല്ലെ. ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് മതി. സിനസ്റ്റേഷൻ നമുക്ക് വേണ്ട, ആവശ്യമില്ല. രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ഇയർ ചോദിച്ചാണ്. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് എന്ന് പറയുന്ന ലൈൻ ഇലാബറേറ്റ് ചെയ്യാണ്. ഓൾ പീപ്പിൾ വിൽ ഡൈ, എല്ലാവരും മരിക്കും. ഓൺലി ദ ഗുഡ് ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് വിൽ റിമെയിൻ ആഫ്റ്റർ ഡെത്ത്. ദേ വിൽ ബി റിമെമ്പേർഡ് ബൈ ദ ലിവിംഗ് ഓഫ് ദ ഗുഡ് ഡീഡ്സ് ഓഫ് virtuous people will follow in the dust and will go on and to spread their fragrance. മരണശേഷം നമ്മുടെ നന്മ മാത്രം എന്ത് ചെയ്യുക, ആളുകൾ ഓർക്കുക. നെക്സ്റ്റ്, the glories of blood and state are shadows. നല്ല ലൈൻസ് ആണ്. നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് ഉള്ള നമ്മുടെ നേട്ടങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം, അതുപോലെ സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ യൂറോപ്യൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പറയുന്നു അല്ലെ, ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും റോയൽ ബ്ലഡ് ഉള്ള ആളുകളാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആ ഷാഡോസ് ഒക്കെ നിഴലുകൾ പോലെയാണ്, നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്, കനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ദർ ഇസ് നോ ആമർ അഗെയിൻസ്റ്റ് ഫേറ്റ്. ഒരു കാര്യം മനസ്സിലായിക്കോ, ദർ ഇസ് നോ ആമർ അഗെയിൻസ്റ്റ് ഫേറ്റ്. വിധിക്ക് മുമ്പിൽ അല്ലെങ്കിൽ മരണത്തിന് മുമ്പിൽ ഒരു പടച്ചട്ട അണിഞ്ഞിട്ടും കാര്യമില്ല, മരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അതിന്റെ മീനിങ് ആണ് പറയുന്നത്. പീപ്പിൾ ഓഫൺ ടേക്ക് പ്രൈഡ് ഇൻ ദെയർ നോബിൾ ബർത്ത്. വലിയ കുടുംബത്തിൽ ജനിച്ചതിനൊക്കെ ആൾക്കാർ ഇങ്ങനെ അഹങ്കരിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രൈഡായിട്ട് നടക്കാറുണ്ട്. ആൻഡ് പൊസിഷൻസ്, അവർക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളെ കുറിച്ച് ഓർത്ത് ആളുകൾ അഹങ്കരിക്കാറുണ്ട്. ദേ ഹോൾഡ് ഇൻ ലൈഫ്. ദീസ് ആർ സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ഇതെല്ലാം കനപ്പെട്ട കാര്യങ്ങളല്ല. ഓക്കെ, നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ആസ് ദേ വിൽ ഹാവ് ടു റെലവൻസ് ആഫ്റ്റർ ഡെത്ത്. കാരണം അതിനൊന്നും ഒരു പ്രാധാന്യമില്ലാതെയാവും മരണശേഷം. ഓക്കെ, നോ വൺ ക്യാൻ പ്രിവെന്റ് ഡെത്ത് ഓർ പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദെയർ ഫേറ്റ് യൂസിങ് എനി വെപ്പൺ. ഒരു ആയുധം ഉപയോഗിച്ചിട്ടും ആർക്കും മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല എന്ന് പറയുന്നതോടത്ത് നമ്മുടെ എന്ത് തീരുകയാണ്, ക്വസ്റ്റ്യൻസും തീരുകയാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഒരു അപ്രീസിയേഷൻ ചോദിക്കാം. സോ അപ്രീസിയേഷൻ്റെ നിങ്ങൾ പോയിന്റ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല അപ്രീസിയേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്വിക്ക് സമ്മറിയാണ് നമ്മൾ പറഞ്ഞത്. ലൈൻ ബൈ ലൈന് നിങ്ങൾ വായിച്ച് നോക്കണം, അതിനകത്തുനിന്നാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, താങ്ക് യു.